ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം കേട്ടോ. ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചത് മുൻകൂട്ടി പ്രവചിച്ച വ്യക്തി എങ്ങനെയെന്ന് കൂടി മൂപ്പര് പറഞ്ഞത് കറക്റ്റ് കണ്ടോക്കി. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാകാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത്? തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, എൻഡ് ഓഫ് ദി എർത്ത് എന്നാണല്ലോ പറഞ്ഞത്. ഭൂമിയുടെ ഏതറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിനൊരു മുൻമാതൃകയുണ്ട്. ആ മുൻമാതൃകയാണ് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിലയിരുത്തൽ. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്താണെന്ന് ലഷ്കർ എ തായിബയുടെ സ്ഥാപകനാരാണ്? ഹഫീസ് സയ്യിദാണ്. ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിൻ്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ്. ആ മൊഹല്ല ജോഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫിസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 116E എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേക പാർക്ക്, ഒരു മദ്രസ, ഒരു പള്ളി, ആവശ്യത്തിന് വെഹിക്കിൾസ്, ആവശ്യത്തിന് ബോഡി ഗാർഡ്സ്, ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിയ രീതിയിൽ ഇന്ത്യ ഇങ്ങനൊരു ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫിസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്, സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത്, നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ. ലഷ്കർ എ തായിബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹാഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ, അമേരിക്ക അബോട്ടാബാദിൽ ഒന്ന് അറ്റാക്ക് ചെയ്തത് പോലെയൊന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല, ഇന്റേണലായ ഒരു കലാപം ഉണ്ടാവും അവിടെ. ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ.